അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 9 വയസ്സുകാരിയുടെ പിതാവ് ഡോക്ടറെ വെട്ടി. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വിപിന്റെ തലയ്ക്കാണ് വെട്ടേറ്റത്. കുടുംബത്തിന് നീതി ലഭിച്ചില്ല എന്ന് ആരോപിച്ചായിരുന്നു അക്രമം. നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദു, എപ്പോഴാണ് ഈ ആക്രമണം നടക്കുന്നത്? ഡോക്ടറുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ സനൂപ് എന്ന് പറയുന്ന ഡോക്ടർക്ക് തലയ്ക്ക് വെട്ടേറ്റത്. താമരശ്ശേരിയിൽ തന്നെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവ് സനൂപാണ് ഇത്തരത്തിൽ ഡോക്ടറെ ആക്രമിച്ചത്. നമുക്ക് ഈ കുട്ടിയുടെ കുടുംബത്തെ നേരത്തെ തന്നെ അറിയാമെന്നുള്ളതാണ്. അതായത് ഈ ആശുപത്രിയിൽ നിന്നും തങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിവേചനം ഉണ്ടായി, തങ്ങൾക്ക് കൃത്യമായ ചികിത്സ കിട്ടിയില്ല തന്നെ രംഗത്ത് വന്നിരുന്നു. വലിയ അതൃപ്തി ഈ കുടുംബത്തിനുണ്ടായിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളോടും മറ്റുമായി ഈ സനൂപ് പറഞ്ഞത് തൻ്റെ മകൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടില്ല, എല്ലാവരും ചേർന്ന് തങ്ങളെ ചതിക്കുകയായിരുന്നു എന്നുൾപ്പെടെയായിരുന്നു. അത്തരത്തിൽ ഈ സനൂപിനെ സമാധാനിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും നടന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം സനൂപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക്, ഡോക്ടറെ വെട്ടുന്ന പ്രകോപനത്തിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുടുംബത്തിന് നീതി ലഭിച്ചില്ല എന്നുള്ളത് സനൂപ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ആക്രമണം സനൂപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള നിഗമനത്തിലാണ് നിലവിലുള്ളത്. ഏതായാലും ഡോക്ടർക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തലയ്ക്കാണ് വെറ്റിയിട്ടിട്ടുള്ളത്. ഗുരുതരമായ പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ രോഗം ബാധിച്ച കുട്ടി മരിച്ചതിന് പിന്നാലെ വലിയ പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിൽ തന്നെ ഈ കുട്ടിക്ക് എവിടെ നിന്നുമാണ് രോഗം ബാധിച്ചത്, ഈ രോഗം തന്നെയാണോ ബാധിച്ചത് എന്നുൾപ്പെടെയുള്ള പല ചോദ്യങ്ങൾ ഈ കുടുംബം നിരന്തരം ഉന്നയിച്ചിരുന്നു. അതിനിടെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഈ പിതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്.